Hello guys, our next topic is selection of recombinants. So selection is also called screening. ഈ സ്ക്രീനിങ് ഓർ സെലക്ഷൻ ഓഫ് റീകോമിനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റീകോമിനൻറ്റ് DNA ടെക്നോളജിയിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് ഒരു ഡിസൈഡ് ജീൻ അല്ലെങ്കിൽ ഒരു DNA ഇൻസേർട്ടിനെ ഒരു ഹോസ്റ്റിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്, ഹോസ്റ്റിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ റിസീവ് ചെയ്തിട്ടുള്ള ഹോസ്റ്റുകളെയാണ് നമ്മൾ റീകോമ്പിനൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെലക്ഷൻ അല്ലെങ്കിൽ സ്ക്രീനിങ് ഓഫ് റീകോമ്പിനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ കൊടുക്കുന്ന ഇൻസേർട്ട് സക്സസ്ഫുള്ളി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഹോസ്റ്റുകളെ സെലക്ട് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ദിസ് സെലക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ സ്ക്രീനിങ് മെത്തേഡ്സ്. അതിന് നമ്മൾ പല ക്യാരക്ടേഴ്സിനെ ഈ കൊടുക്കുന്ന ഡിസൈഡ് ജീനിൽ ഈ ഇൻസേർട്ടിൻ്റെ ഒപ്പം നമ്മൾ ഈ ഹോസ്റ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. Then first one is direct selection of recombinants. അപ്പോൾ let's see എന്താണ് direct selection of recombinants. ഈ കൊടുത്തിരിക്കുന്നതാണ് direct selection of recombinantsൻ്റെ കുറച്ച് പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് തന്നെ നമ്മൾ പിക്ചർ ആയിട്ടുള്ളത് നോക്കാം. ഇതാണ് ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്ന പ്ലാസ്മിഡ് R65 എന്ന് പറയുന്ന ഈ പ്ലാസ്മിഡ് ആണ്. ഇതിൻ്റെ പ്രത്യേകതയാണ് ഇവർക്ക് ഒരു കനാമൈസിൻ റെസിസ്റ്റൻറ്റ് ജീനുണ്ട്, ദെൻ 13 ഡിഫറെൻറ്റ് EcoR1 സൈറ്റുകളുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ EcoR1 എൻസൈം യൂസ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 13 ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ്സ് ആണ് കിട്ടുന്നത്. ഈ 13 ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ്സിനെ നമ്മൾ PBr322ലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും ഇൻസേർട്ടിൽ കനാമൈസിൻ റെസിസ്റ്റൻറ്റ് ജീൻ ഉണ്ടാവും. അതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ PBr322 എല്ലാ PBr322 ഈ 13 ഫ്രാഗ്മെൻറ്റ്സ് ഉള്ള ഇത്രയും പേരെ നമ്മൾ ഈക്വലൈ സെൽസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഈക്വലൈ സെൽസിലെല്ലാം ഈ കനാമൈസിൻ റെസിസ്റ്റൻറ്റ് ജീൻ ഹോൾഡ് ചെയ്തിട്ടുള്ള PBr322 പ്ലാസ്മിഡ് ഉണ്ടാവും. ദെൻ ഇവരെല്ലാവരെയും നമ്മൾ കനാമൈസിൻ ആൻറ്റിബയോട്ടിക് ഉള്ള അഗാർ പ്ലേറ്റിൽ ഗ്രോ ചെയ്യുമ്പോൾ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ഈക്വലൈ സെൽ, കനാമൈസിൻ ജീനിനെ ട്രാൻസ്ഫോം ആയിട്ടുള്ള ഈക്വലൈ സെൽസ് മാത്രമേ ഈ പ്ലേറ്റിൽ ഗ്രോ ചെയ്യുള്ളൂ. ഓക്കെ, ബാക്കി ആരും ഇതിനകത്ത് ഗ്രോ ചെയ്യില്ല. അതാണ് ഡയറക്റ്റ് സെലക്ഷൻ. ഇതിൽ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഒന്നും വരുന്നില്ല. ജസ്റ്റ് ഗ്രോ ചെയ്തിട്ട് നോക്കിയാൽ മതി കനാമൈസിനുള്ള ഈ അഗാർ പ്ലേറ്റിൽ ആരാ ഗ്രോ ചെയ്തിട്ടുള്ളതെന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് സിംപ്ലസ്റ്റ് പ്രൊസീജിയർ. The next one is insertional inactivation selection method. So insertional inactivation എന്താണെന്ന് വെച്ചാൽ from the name itself നമ്മളൊരു പർട്ടിക്കുലർ ഇൻസേർട്ടിനെ ഒരു ജീനിലേക്ക് കൊടുക്കുമ്പോൾ ആ ജീൻ ഇനാക്ടിവേറ്റഡ് ആയി പോകുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതാണ് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ്റെ പ്രൊസീജിയർ. അപ്പോൾ ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ PBr322 ആണ്. അപ്പോൾ PBr322ന് ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനും ഉണ്ട്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനും ഉണ്ട്. ഇവർ രണ്ടുപേരിലും മെനി റെസ്ട്രിക്ഷൻ എൻസൈംസിനുള്ള റെസ്ട്രിക്ഷൻ സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനിൻ്റെ പോർഷനിൽ X എന്ന് പറയുന്ന എൻസൈമിനുള്ള റെസ്ട്രിക്ഷൻ സൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എൻസൈം X യൂസ് ചെയ്തിട്ട് ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനിൻ്റെ പോർഷനെ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാണ്. ദെൻ അവിടെ മറ്റൊരു ജീനിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിളാണ് കനാമൈസിൻ റെസിസ്റ്റൻറ്റ് ജീൻ. ഇതിനെയാണ് നമ്മൾ ആംബിസിലിൻ റെസിസ്റ്റൻസിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കട്ട് ഓപ്പൺ ചെയ്ത പോർഷനിൽ കനാമൈസിൻ റെസിസ്റ്റൻറ്റ് ജീനിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ്. അവിടെ ലിഗേറ്റ് ചെയ്തതിന് ശേഷം ഈ ന്യൂലി ഫോംഡ് പ്ലാസ്മിഡിനെ ട്രാൻസ്ഫോം ചെയ്യാണ് ഏതെങ്കിലും ഒരു സെൽസിലോട്ട്. ഇപ്പോൾ ഈക്വലൈ സെല്ലിലോട്ട് ട്രാൻസ്ഫോം ചെയ്യാമെന്ന് വിചാരിക്കും. അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഇവർക്ക് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും, കനാമൈസിൻ റെസിസ്റ്റൻസും ഉണ്ടാവും. ഈ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസും ഉണ്ടാവും, ഇപ്പോൾ ഇൻസേർട്ട് ചെയ്ത കനാമൈസിൻ റെസിസ്റ്റൻസും ഉണ്ടാവും. പക്ഷേ ആംബിസിലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. ബിക്കോസ് ആംബിസിലിൻ റെസിസ്റ്റൻസിനകത്താണ് നമ്മൾ കനാമൈസിൻ റെസിസ്റ്റൻസ് കൊടുത്തത്. ഈ ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ ഈ ഒരു സ്ട്രക്ചറിൽ ഇരുന്നാൽ മാത്രമേ, സ്ട്രക്ചർ മീൻസ് ഈ ഒരു സീക്വൻസിൽ തന്നെ ഇരുന്നാൽ മാത്രമേ ഈ റെസിസ്റ്റൻറ്റ് ജീൻ ആക്ടിവേറ്റഡ് ആവുള്ളൂ. അവിടെയാണ് നമ്മൾ മറ്റൊരു ജീനിനെ ഇൻസേർട്ട് ചെയ്തത്. അപ്പോൾ ഈ ജീൻ ഇനാക്ടിവേറ്റഡ് ആയിപ്പോവും. ഇതാണ് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ. കനാമൈസിൻ റെസിസ്റ്റൻറ്റ് ജീൻ ഇൻസേർട്ട് ചെയ്തതുകൊണ്ട് ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ ഇനാക്ടിവേറ്റഡ് ആയിപ്പോയ പ്രൊസീജിയർ. ഓക്കെ, ഇതാണ് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ.
The next is blue-white screening. നമുക്ക് പേരിൽ നിന്ന് മനസ്സിലാവും നമ്മൾ സ്ക്രീനിങ് സെലക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ കളർ. ബ്ലൂ ആൻഡ് വൈറ്റ് കളറിലുള്ള ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ റീകോമ്പിനന്റിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. ജസ്റ്റ് ഗോ ത്രൂ. അപ്പോൾ ഇതാണ് ബ്ലൂ വൈറ്റ് സ്ക്രീനിങ്ങിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ ഇതിൽ നമ്മൾ പ്രിൻസിപ്പളായിട്ട് എടുക്കുന്നത് ലാക് ഓപ്രോൺ കോൺസെപ്റ്റാണ്. ലാക് ഓപ്രോണിൽ നമ്മൾ പഠിക്കുന്നതാണ് ലാക് ഇസഡ് ജീൻ. ഈ ലാക് ഇസഡ് ജീൻ എന്ന് പറയുന്നത് ബീറ്റാ ഗാലക്ടോസിഡൈസ് എൻസൈമിന് വേണ്ടിയിട്ട് കോഡ് ചെയ്യുന്ന ജീനാണ്. ഈ ബീറ്റാ ഗാലക്ടോസിഡൈസ് എൻസൈം എക്സ്-ഗാൽ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിനെ ഗാലക്ടോസ് ആൻഡ് കളർ പ്രൊഡ്യൂസിങ് കോമ്പൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ കളർ പ്രൊഡ്യൂസിങ് കോമ്പൗണ്ടാണ് 4-ക്ലോറോ 3-ബ്രോമോ ഇൻഡിഗോ. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ബീറ്റാ ഗാലക്ടോസിഡൈസ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമാണ് ബ്ലൂ കളർ കോമ്പൗണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ബേസിക് കൺസെപ്റ്റ്. ഇനി നമ്മൾ ബ്ലൂ വൈറ്റ് സ്ക്രീനിങ്ങിൽ എന്താ ചെയ്യുന്നത് നോക്കാം. നമ്മൾ ചൂസ് ചെയ്യുന്ന വെക്ടറിൽ ലാക് ഇസഡ് ജീൻ ഉണ്ടാവും. ഈ ലാക് ഇസഡ് ജീനിലാണ് നമ്മൾ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യുന്നത്. ഈ DNA ഇൻസേർട്ടിനെ നമ്മൾ കൊടുക്കുന്നത് ലാക് ഇസഡ് ജീനിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻസേഷണൽ ഇനാക്ടിവേഷൻ്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഈ ലാക് ഇസഡ് ജീൻ ഇനാക്ടിവേറ്റഡ് ആയി പോകും. അപ്പോൾ ബീറ്റാ ഗാലക്ടോസിഡൈസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ഈ വെക്ടേഴ്സിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാണ്. ഈ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള സെൽസിനെ, ട്രാൻസ്ഫോംഡ് മീൻസ് ഈ വെക്ടറിനെ ക്യാരി ചെയ്യുന്ന ഹോസ്റ്റ് സെൽസിനെ, ഈ ഹോസ്റ്റ് സെൽസിനെ എക്സ്-ഗാൽ ഉള്ള പ്ലേറ്റിൽ ഗ്രോ ചെയ്യാണ്. അങ്ങനെ ഗ്രോ ചെയ്യുമ്പോൾ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള സെൽസ്, നമ്മൾ കൊടുത്ത ഇൻസേർട്ട് ഉള്ള സെൽസ് വൈറ്റ് കളറിലും ഇല്ലാത്ത സെൽസ് ബ്ലൂ കളറിലും കാണും. എന്തുകൊണ്ടാണ്? ഇൻസേർട്ട് ഉള്ള ആൾക്കാർക്ക് ലാക് ഇസഡ് ജീൻ ഇനാക്ടിവേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ബീറ്റാ ഗാലക്ടോസിഡൈസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്തില്ല. അതുകൊണ്ട് കളർ പ്രൊഡ്യൂസിങ് കോമ്പൗണ്ട് ഉണ്ടാക്കാനും പറ്റിയില്ല. മറ്റേ അവർക്ക് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ സംഭവിച്ചിട്ടില്ല. അവരുടെ ലാക് ഇസഡ് ജീൻ ആക്ടിവേറ്റ് ആണ്. അതുകൊണ്ട് ഇവർ ബീറ്റാ ഗാലക്ടോസിഡൈസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും, കളർ പ്രൊഡ്യൂസിങ് കോമ്പൗണ്ട്സും ഉണ്ടാവും. അതുകൊണ്ട് ബ്ലൂ കളറിൽ കാണും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ, സോറി ബ്ലൂ വൈറ്റ് സ്ക്രീനിങ്. ഓക്കെ, ഇൻസേഷണൽ ഇനാക്ടിവേഷൻ അല്ല, ബ്ലൂ വൈറ്റ് സ്ക്രീനിങ്. അടുത്തതാണ് കോളനി ഹൈബ്രിഡൈസേഷൻ ടെക്നിക്. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പം നമുക്ക് സ്റ്റെപ്സ് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ട്രാൻസ്ഫോംഡ് ആൻഡ് നോൺ ട്രാൻസ്ഫോംഡ് സെൽസിനെ അഗാർ പ്ലേറ്റിൽ നമ്മൾ ഗ്രോ ചെയ്യാണ്. ഇങ്ങനെ ഗ്രോ ചെയ്തിട്ട് ഈ പ്ലേറ്റിലുള്ള ആ സെൽസിനെ എല്ലാം ഒരു നൈട്രോസെല്ലുലോസ് ഫിൽറ്റർ അല്ലെങ്കിൽ നൈട്രോസെല്ലുലോസ് മെംബ്രെയിനിലേക്ക് റെപ്ലിക്ക പ്ലേറ്റിംഗ് വഴി ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ റെപ്ലിക്ക പ്ലേറ്റിംഗ് എന്ന് പറയുന്നത് ഈ മെംബ്രെയിനിൽ നമ്മൾ വേറെ മൂവ്മെൻ്റ് ഒന്നും അതിനുണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ ഈ കോളനീസ്, ഇതിൽ വന്നിട്ടുള്ള ഓരോ കോളനീസും അതാത് സ്ഥലത്ത് തന്നെ നമുക്ക് ഈ മെംബ്രെയിനിൽ കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. അതേ പൊസിഷനിൽ തന്നെ, അതേ ഗ്യാപ്പിൽ അങ്ങനെ തന്നെ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ മെംബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ ബാക്ടീരിയനെ നമ്മൾ ലൈസിസ് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ ഇവരുടെ DNA നമ്മൾ ഡീനേച്ചർ ചെയ്യും. അതിനുശേഷം ഈ DNA എല്ലാം നമ്മളൊരു റേഡിയോ ലേബിൾഡ് പ്രോബ് യൂസ് ചെയ്ത് ഇൻക്യുബേറ്റ് ചെയ്യാണ്. ഈ DNAയുടെ കൂടെ റേഡിയോ ലേബിൾഡ് ആയിട്ടുള്ള ഒരു പ്രോബ് ഇൻക്യുബേറ്റ് ചെയ്യും. ഇൻക്യുബേഷൻ ടൈമിന് ശേഷം വാഷ് ചെയ്ത് കളയും. വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന DNA ഇൻസേർട്ട് ഉള്ള DNA ജീനോ, അവരുടെ ജീനോ മാത്രമേ ഇതിനകത്തുണ്ടാവുള്ളൂ. ഓക്കെ, ക്ലിയർ? DNA ഇൻസേർട്ട്, നമ്മൾ ഇൻസേർട്ട് ചെയ്ത DNA ഉള്ള ആ DNA ഗ്രൂപ്പ്, ഇതിലിപ്പോൾ സെൽസ് ഇല്ല, അവരുടെ DNA മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ DNA ഗ്രൂപ്പിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത DNA ഉള്ളവർ മാത്രമേ ഈ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഉണ്ടാവുള്ളൂ. ഇതിനെ നമുക്ക് ഓട്ടോ റേഡിയോഗ്രഫി യൂസ് ചെയ്ത് വ്യൂ ചെയ്യാം. അങ്ങനെ വ്യൂ ചെയ്യുമ്പോൾ ഇതിൽ വ്യൂ ചെയ്യുമ്പോൾ ഉള്ള ഈ പൊസിഷൻ അനുസരിച്ച് നമുക്ക് ഈ പ്ലേറ്റിൽ നോക്കിയാൽ ഏത് കോളനീസിലാണ് ട്രാൻസ്ഫോംഡ് സെൽസ് ഉള്ളതെന്ന് മനസ്സിലാവും. ഓക്കെ, ഓട്ടോ റേഡിയോഗ്രഫി ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് വന്നിട്ടുള്ള റിസൾട്ട് റേഡിയോ ലേബിൾഡ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ വന്നിട്ടുള്ള ഈ റേഡിയോ ലേബിൾഡ് ആയിട്ടുള്ള പൊസിഷൻ ഈ പ്ലേറ്റിൽ നോക്കിയാൽ നമുക്ക് ട്രാൻസ്ഫോംഡ് സെല്ല് ഏത് പൊസിഷനിലാണുള്ളതെന്ന് മനസ്സിലാവും. അതിനെ നമുക്ക് പിന്നെ സബ് കൾച്ചർ ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് കോളനി ഹൈബ്രിഡൈസേഷൻ. അടുത്തത് ഇമ്മ്യൂണോളജിക്കൽ ടെസ്റ്റ്.
അപ്പോൾ ഇതാണ് ഇമ്മ്യൂണോളജിക്കൽ ടെസ്റ്റിൻ്റെ കുറച്ച് സ്റ്റെപ്സ്. നമുക്ക് പ്രൊസീജിയർ നോക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആവണമെങ്കിൽ നമ്മുടെ DNA ഇൻസേർട്ടിലൂടെ നമുക്ക് ആൻറ്റിജനിക് പ്രോപ്പർട്ടി തരുന്ന അല്ലെങ്കിൽ നമുക്ക് ഇമ്മ്യൂണോളജിക്കൽ പ്രോപ്പർട്ടി തരുന്ന ഒരു പ്രോട്ടീനിനെ ഈ ട്രാൻസ്ഫോംഡ് സെല്ലിനെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യിക്കണം. എങ്കിലാണ് നമുക്ക് ഇമ്മ്യൂണോളജിക്കൽ ടെസ്റ്റ് യൂസ് ചെയ്ത് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ഫോംഡ് സെല്ലിൽ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രോട്ടീൻ നമുക്ക് ആൻറ്റിജൻ ആണ്. ആ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ പ്രോട്ടീനിനെ ആൻറ്റിബോഡി യൂസ് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ സ്റ്റെപ്സ് നോക്കാം. ഈ പ്ലേറ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ട്രാൻസ്ഫോംഡും നോൺ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള മിക്സ്ഡപ്പ് സെൽസിനെ നമ്മൾ ഗ്രോ ചെയ്യാണ് അഗാർ പ്ലേറ്റിൽ. ഇതിനെ നമ്മൾ ഒരു മെംബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ട്രാൻസ്ഫോംഡ് സെൽ നമുക്ക് ഇമ്മ്യൂണോളജിക്കലി ആക്റ്റീവായിട്ടുള്ള പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഈ പ്രോട്ടീൻ നമ്മുടെ സെല്ല് ലൈസീസ് ചെയ്ത് കഴിയുമ്പോൾ, സെല്ലിനെ ക്ലീവ് ചെയ്ത് കഴിയുമ്പോൾ ഈ സെല്ലിനകത്ത് ഈ പ്രോട്ടീൻ ഉണ്ടാവും. അപ്പോൾ ഈ മെംബ്രെയിനിലും ഈ പ്രോട്ടീൻ ഉണ്ടാവും. ഈ പ്രോട്ടീനിനെ നമ്മൾ പ്രൈമറി ആൻറ്റിബോഡി യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്യും. അതിനുശേഷം ഇൻക്യുബേഷന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയും. വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോട്ടീൻ ഈ മെംബ്രെയിനിലുണ്ടെങ്കിൽ ആ പ്രോട്ടീനുമായിട്ട് ഈ പ്രൈമറി ആൻറ്റിബോഡി അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് കളർ പ്രൊഡ്യൂസ് ചെയ്യുകയോ ഇല്ലെങ്കിൽ ഒരു റേഡിയോ ലേബലിംഗ് നടത്തുകയോ അതൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു സെക്കൻഡറി ആൻറ്റിബോഡി എൻസൈം കോംപ്ലക്സ്, ആൻറ്റിബോഡി എൻസൈം കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഇതിൽ ആൻറ്റിബോഡി ഉണ്ട്. ഈ പ്രൈമറി ആൻറ്റിബോഡി തന്നെ ഇതിൽ ആൻറ്റിബോഡി തന്നെ ഉണ്ട്. ഒരു എൻസൈം ഉണ്ട്. ഈ എൻസൈം അതിൻ്റെ സബ്സ്ട്രേറ്റ് ഉണ്ടെങ്കിൽ കളർ പ്രൊഡ്യൂസ് ചെയ്യുകയോ മറ്റെന്തെങ്കിലും ഒരു സിഗ്നൽ യൂസ് ചെയ്ത് നമുക്ക് ഐഡൻറ്റിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അടുത്തത് നമ്മൾ ഈ സെക്കൻഡറി ആൻറ്റിബോഡി എൻസൈം കോംപ്ലക്സ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാണ്. അപ്പോൾ ഓൾറെഡി ഇതിൽ ആൻറ്റിബോഡി ബൈൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ ആൻറ്റിബോഡിയിലും ബാക്കിയുള്ള പ്രോട്ടീൻസിലും ഈ ആൻറ്റിബോഡി എൻസൈം കോംപ്ലക്സ് വന്നിട്ട് ബൈൻഡ് ചെയ്യും. ദെൻ എക്സസ് ആയിട്ടുള്ള വാഷ് ചെയ്ത് കളയും. വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ എൻസൈമിന് പർട്ടിക്കുലർ ആയിട്ടുള്ള സബ്സ്ട്രേറ്റിനെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ആഡ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ കളർ പ്രൊഡ്യൂസിങ് ആണെങ്കിൽ കളർ പ്രൊഡ്യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിഗ്നൽ ആണെങ്കിൽ ആ സിഗ്നൽ നമുക്ക് തരും. ഇതിനകത്ത് ആ എൻസൈം ഉണ്ടെങ്കിൽ ആ സിഗ്നൽ അവർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇതാണ് ഇമ്മ്യൂണോളജിക്കൽ ടെസ്റ്റ്. അപ്പോൾ ഇമ്മ്യൂണോളജിക്കലി നമ്മൾ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനിനെ ആൻറ്റിജൻ ആയിട്ട് എടുത്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇത്രയും മെത്തേഡ്സ് ആണ് നമ്മൾ ബേസിക്കായിട്ട് സ്ക്രീനിങ് അല്ലെങ്കിൽ സെലക്ഷൻ ഓഫ് റീകോമ്പിനൻസിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. താങ്ക് യു.